ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായുള്ള നമ്മുടെ വചന ശുശ്രൂഷയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ രാജ്യത്തിൽ, തൻ്റെ തിരുക്കുമാരൻ്റെ സിംഹാസനത്തിനരികിൽ അമ്മറാണിയായി ഇങ്ങനെ അവരോധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ഈ തിരുനാളിൽ അനുസ്മരിക്കുകയാണ്. തിരുക്കുമാരനെ, അമ്മയെ, തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഈ വലിയ മഹിമയുടെ സിംഹാസനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിരുത്തുമ്പോൾ ഈ അമ്മയുടെ ഈ വലിയ സ്ഥാനത്തിന് അമ്മയെ അർഹയാക്കി തീർത്തത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു ധ്യാന വിഷയമാക്കുകയാണ്. ഈ 5-ാം ദിനത്തിൽ പരിശുദ്ധ അമ്മയെ ഇങ്ങനൊരു വലിയ സ്ഥാനത്തിന് അർഹയാക്കി തീർത്ത ഒരു വലിയ ജീവിത മൂല്യത്തെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. അതിതാണ്, പരിശുദ്ധ അമ്മ ഒരു നല്ല ശിഷ്യയായിരുന്നു. ഇന്നേ ദിവസം നമ്മൾ അമ്മയുടെ ആ ശിഷ്യത്വത്തെ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ഏറ്റവും നല്ല ശിഷ്യ. മാർപ്പാപ്പമാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന, സഭ പഠിപ്പിക്കുന്ന വലിയൊരു വിശ്വാസ സത്യമാണ്, പരിശുദ്ധ അമ്മ ഈശോയുടെ ഏറ്റവും നല്ല ശിഷ്യയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ശിഷ്യത്വത്തെ നമ്മൾ ഈ സ്വർഗ സിംഹാസനത്തിൽ അരികിലിരുന്ന് ധ്യാനിക്കണം. അവളെ ആ സിംഹാസനത്തിലേക്ക് യോഗ്യയാക്കിയത് അവൻ്റെ വലതുഭാഗത്തിരുന്ന് അവനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, നന്ദി പറയാൻ, മധ്യസ്ഥം വഹിക്കാൻ അമ്മയെ ആ സിംഹാസനത്തിനരികിൽ ഇരിക്കുവാൻ യോഗ്യയാക്കി തീർത്തത് അവളുടെ ശിഷ്യത്വമാണ്. യേശുവിൻ്റെ അനുഗമിച്ച അവളുടെ വഴികളാണ് അമ്മയെ ഈ സിംഹാസനത്തിനരികിലിരുത്തുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യമായിട്ട് സുവിശേഷം കേട്ടത് മറിയമാണ്. അതുപോലെ തന്നെ ആദ്യമായി ആ സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചവളും മറിയം തന്നെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സുവിശേഷം ജീവിച്ച, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച, മറ്റെല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ, സഭയെ എന്നും മാതൃകയാകുന്ന തരത്തിൽ ആദ്യമായിട്ട് സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരു ഉത്തമയായ കർത്താവിൻ്റെ ശിഷ്യയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, അമ്മയിൽ ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാം. യേശുവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഈ ശിഷ്യയിൽ ഈശോ ആഗ്രഹിക്കുന്ന ആ ശിഷ്യത്വം ഇന്ന് നമ്മളിലൊക്കെ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യത്വമുണ്ട്. ഒരു വൈദികനിൽ, ഒരു സമർപ്പിതയിൽ, ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളിൽ, ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഒക്കെ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യത്വത്തിൻ്റെ വഴിയുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. ആ ശൈലി മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ അതിശയകരമായ വിധത്തിൽ ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഈശോ മറിയത്തെ വിളിക്കുന്നത് തൻ്റെ അമ്മയാകാനുള്ള ആ വിളിയോടൊപ്പം തന്നെ പൂർണ്ണമായി പിന്തുടരാനുള്ള, അനുഗമിക്കാനുള്ള ഒരു വിളി കൂടിയാണ്. സ്വർഗത്തിൻ്റെ വിളി, നിയോഗവും മറിയത്തിന് യേശുവിൻ്റെ അമ്മയാവുക എന്നതിനപ്പുറം സ്വർഗത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് അവൻ്റെ ഉത്തമയായ ശിഷ്യയാവുക എന്നുള്ളൊരു നിയോഗം കൂടിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ മറിയം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുവെന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ, ഈശോ തൻ്റെ ശിഷ്യരെ എല്ലാം വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവർ, അവർ ഈശോയെ പിന്തുടർന്നുവെന്നാണ് അവരുടെ വലയും അവരുടെ വഞ്ചിയും ഒക്കെ ഉപേക്ഷിച്ച്, അവരുടെ പ്രതിഭവനത്തെ ഉപേക്ഷിച്ച്, അവരുടെ തൊഴിലുകൾ ഉപേക്ഷിച്ച്, അവരുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് അവർ ഈശോയെ അനുഗമിച്ചുവെന്നാണ് നമ്മൾ കാണുക. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും തൻ്റെ ദൈവവിളി സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ വിളിക്ക് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവവിളിക്ക് സമ്മതം കൊടുത്തുകൊണ്ട് ആ വലിയ പ്രഖ്യാപന സമ്മതം, ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളാം, എൻ്റെ ആയുസ്സുള്ള കാലത്തോളം ഞാൻ ഈശോയെ, ഞാൻ സ്വർഗത്തെ അനുസരിച്ചു കൊള്ളാം, വിധേയപ്പെട്ടു കൊള്ളാം എന്നുള്ള ആ വലിയ മറിയത്തിൻ്റെ അനുസരണം, ആ ശിഷ്യത്വത്തിന് ആവശ്യപ്പെടുന്ന അനുസരണം പരിശുദ്ധ അമ്മ സ്വർഗത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനുഗമിക്കാൻ തയ്യാറായി മനസ്സ് കാണിച്ചു നിൽക്കുന്ന മറിയം, ആ മറിയത്തോട് സ്വർഗം പിന്നീട് പറയുന്നതും ആവശ്യപ്പെടുന്നതും എന്താ? ഈശോ ശിഷ്യത്വത്തിൽ ശിഷ്യരോട് പറഞ്ഞ അതേ
കാര്യം തന്നെയാണ് സ്വർഗം മറിയത്തിൽ നിന്ന് ആഗ്രഹിച്ചതും വാങ്ങിച്ചതും സ്വീകരിച്ചതും. അതിതാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിന്നെ തന്നെ പരിത്യജിച്ച് നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. പരിശുദ്ധ അമ്മ ഇപ്രകാരം അവളുടെ ജീവിതത്തെ വ്യയം ചെയ്തുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം ചൂടി അത് വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അതിശയകരമായൊരു ചെടിയായി മാറുന്നത് പോലെ ഈ മറിയമെന്ന കുഞ്ഞ് ധാന്യം, ആ ധാന്യമണി, ഗോതമ്പ് ധാന്യമണി, അത് ആ നസ്രത്തിലെ ക്രിസ്തുവിൻ്റെ ആ വയലിൽ വീണ് അഴിഞ്ഞ് അതില്ലാണ്ടായി. എന്നാൽ അതിൽ നിന്ന് വലിയ ഫലം പുറപ്പെടുവിച്ചു. അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വിശിഷ്ടമായ ഗോതമ്പ് ചെടിയായി, വിശിഷ്ടമായ മുന്തിരിച്ചെടിയായി ആ മറിയം സഭയിൽ മാറി എന്നത് സഭാപിതാക്കന്മാർ വാഴ്ത്തുന്ന, പ്രത്യേകിച്ച് സുറിയാനി സഭാപിതാക്കന്മാർ വാഴ്ത്തുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പരിശുദ്ധ മറിയം ആ ശിഷ്യത്വത്തിൽ ഫലം ചൂടുന്നത് നമ്മൾ കാണുകയാണ്. കുരിശ് സ്വീകരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ശിഷ്യനും അവൻ്റെ കുരിശെടുത്ത് അനുഗമിക്കണമെന്നെ. ആ വലിയ ആഹ്വാനം സ്വീകരിച്ച് മറിയം മംഗളവാർത്തയിൽ ദൂതൻ കൽപ്പിച്ച് അനുഗ്രഹിച്ച് തരുന്ന ആ കുരിശ്, ക്രിസ്തുവാകുന്ന കുരിശിനെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനസ്സുകൊണ്ട് ക്രിസ്തുവിനെ ചേർത്തു, ആത്മാവിൽ ക്രിസ്തുവിനെ ചേർത്തു, ശരീരത്തിൽ ക്രിസ്തുവിനെ ചേർത്തു. അങ്ങനെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ മറിയം ആ ക്രിസ്തുവിനെ വഹിക്കുന്നവളായിട്ട് മാറി. അവൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റേതായിട്ട് മാറി. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, മറിയത്തിനും ക്രിസ്തുവിനും ഒരേ ഛായയാണ്. ക്രിസ്തുവിനോട് ഏറ്റവും സാദൃശ്യപ്പെട്ട വ്യക്തി, ഏറ്റവും സാമ്യമുള്ള വ്യക്തി അത് പരിശുദ്ധ മറിയമാണ്. അത് ഭൗതികമായി ശാരീരികമായി മറിയത്തോടാണ് യേശുവിന് ഏറ്റവും സാമ്യം. മാർപ്പാപ്പ പറയും, എൻ്റെ കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണ രഹസ്യം ഇതാണ്. കാരണം അവളുടെ മകനാണ് ക്രിസ്തു, അവളുടെ മകനാണ് ക്രിസ്തു. അത് ശാരീരികമായിട്ടുള്ള സാമ്യം. എന്നാൽ മാർപ്പാപ്പ പറയും, അതിനെയൊക്കെ അതിലംഘിക്കുന്ന, അതിശയിപ്പിക്കുന്ന മഹത്തായ ഒരു സാദൃശ്യം മറിയത്തിനുണ്ട്. ആ സാദൃശ്യം അവൾ ആത്മാവിലുള്ള സാദൃശ്യമാണ്, ആന്തരികമായ സാദൃശ്യമാണ്. ക്രിസ്തുവിനോട് ഏറ്റവും ആത്മീയമായി താതാത്മ്യപ്പെട്ടവളാണ് മറിയം എന്ന് ഈ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധ അമ്മ ക്രിസ്തുവിനോട് ഏറ്റവും താതാത്മ്യപ്പെട്ട് ക്രിസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്രിസ്തുവിലേക്ക് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യയായി ജീവിതത്തിലുടനീളം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുരിശുമെടുത്തുകൊണ്ട് തൻ്റെ ജീവിത കുരിശ് ദൈവം വച്ചു നീട്ടുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഉത്തമയായ ശിഷ്യയായി ഈ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പരിശുദ്ധ അമ്മ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ പിതാക്കന്മാർ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട്, ക്രിസ്തുവായിരുന്നു മറിയത്തിൻ്റെ കുരിശ്. മംഗളവാർത്തയുടെ നിമിഷത്തിലും പിന്നീട് ശമയോൻ്റെ വാക്കുകളിൽ നിന്നുമൊക്കെ മറിയം മനസ്സിലാക്കി അവൾക്കൊരു കുരിശുണ്ട്, അവൾ എടുക്കേണ്ട ഒരു കുരിശ്, അവൾ സ്വീകരിക്കേണ്ട ഒരു കുരിശ്. ആ കുരിശ് കർത്താവായിരുന്നു, കുരിശ് ക്രിസ്തു തന്നെയായിരുന്നു. സഭ പഠിപ്പിക്കുമല്ലോ, കുരിശ് ക്രിസ്തുവിൻ്റെ അടയാളം മാത്രമല്ല, അത് ക്രിസ്തു തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിത കുരിശിനെ ക്രിസ്തുവായി കണ്ട് ആ ക്രിസ്തുവാകുന്ന കുരിശിനെ സ്വീകരിച്ചവളാണ് മറിയം. ആത്മീയ പിതാക്കന്മാർ ഇങ്ങനെ പരിശുദ്ധ മറിയത്തിൻ്റെ സഹനങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മംഗളവാർത്തയുടെ ആ നിമിഷം മുതൽ, ശമയോൻ്റെ വാക്കുകൾ മുതൽ മറിയം അവളുടെ ഹൃദയത്തിൽ ഒരു കുരിശ് ചുമക്കുന്നുണ്ടായിരുന്നു. 33 വർഷം മറിയം ഈ കുരിശ് ചുമന്നുവെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുക. അവൾ മനസ്സിൽ ആ കുരിശ് ചുമന്നു. അങ്ങനെ 33ാമത്തെ വർഷം അവൾ ചുമന്ന കുരിശ്, മറിയം ഹൃദയത്തിലിട്ട് ചുമന്ന ആ കുരിശ് ഈശോ കൈനീട്ടി വാങ്ങി. ആ കുരിശ് അവൻ തോളത്തെടുത്ത് വെച്ച് നടന്ന് അത് ഗാഗുൽത്താ മലയിൽ കൊണ്ടുപോയി ആ കുരിശിൽ അവൻ ബലിയർപ്പിച്ചു. ആ കർത്താവ് ചുമന്ന കുരിശ്, കർത്താവ് ആ 3 വർഷം പരസ്യജീവിത കാലത്ത് ഓർമ്മിച്ച് അതിൻ്റെ പരിസമാപ്തിയിൽ കർത്താവ് ചുമന്ന ആ കുരിശ്, പ്രിയപ്പെട്ടവരെ, പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഏറ്റുവാങ്ങി കർത്താവ് ചുമന്ന ആ കുരിശ് അതിനു മുമ്പേ 33 വർഷം ഹൃദയത്തിലിട്ട് ചുമന്നവളാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് ആത്മീയ പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ വലിയ സഹനത്തിൽ പങ്കുപറ്റിയ ഉത്തമയായ ശിഷ്യയാണ്
പരിശുദ്ധ കന്യകാമറിയം. ആ സഹനത്തിൽ പങ്കുപറ്റിയപ്പോഴാണ് അവൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റാനുള്ള വലിയ അവകാശം, ഓഹരി മറിയത്തിന് കിട്ടുക. ഇന്ന് മഹിമയുടെ സിംഹാസനത്തിൽ മറിയം വാഴുമ്പോൾ ആ മഹിമയുടെ സിംഹാസനത്തിൽ മറിയം വാഴാൻ മറിയത്തെ യോഗ്യയാക്കി തീർത്തത് ഈ സഹനത്തിൽ മറിയം എടുത്ത ആ വലിയ പങ്കാളിത്തമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും ഉത്തമയായ ഈശോ ആ പറഞ്ഞതുപോലെ, ക്ഷണിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ രണ്ട് കൈയും നീട്ടി പൂർണ്ണതയിൽ ആ കുരിശ് ചുമന്ന് ആ കുരിശിൽ ബലിയർപ്പിച്ചവളാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, ആത്മീയ പിതാക്കന്മാർ കർത്താവിൻ്റെ ആദ്യ ബലിയെ, കുരിശിലെ ആദ്യ ബലിയെ ധ്യാനിക്കുമ്പോൾ അവർ പറയും, ഈ ആദ്യത്തെ ബലി അർപ്പിക്കുന്നത് കർത്താവാണ്. കർത്താവ് ആ കുരിശിൽ ആദ്യത്തെ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിയുടെ ശുശ്രൂഷകയായിട്ട് നിന്ന് ആ ബലിയിൽ പങ്കെടുത്തവളാണ്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിനെ നയിച്ചവളാണ് പരിശുദ്ധ മറിയമെന്ന് ആത്മീയ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് അർപ്പിച്ച ആദ്യത്തെ ബലിയുടെ ശുശ്രൂഷകയായിരുന്നു മറിയം. ആ ബലിയോട് ചേർന്ന് കർത്താവിൻ്റെ ബലി അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു ബലി അർപ്പിക്കുമ്പോൾ നമുക്കറിയാം, പുരോഹിതനോട് ചേർന്നൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷി ആ പുരോഹിതനെ സഹായിച്ചുകൊണ്ട് ആ ബലിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ആ പുരോഹിതനെ സഹായിക്കുന്നത് പോലെ മറിയം ഗാഗുൽത്താ മലയിൽ ക്രിസ്തു അർപ്പിച്ച ബലിയുടെ ശുശ്രൂഷകയായി നിന്ന് ആ ബലിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് സഹായിച്ചുവെന്ന് നമ്മൾ ആത്മീയ പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഈ ശിഷ്യത്വം അത് അതിമനോഹരമായി നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിച്ചെടുക്കാൻ പറ്റും. അമ്മയുടെ ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പൂർണ്ണതയിൽ കാണുന്നത് ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒക്കെ ആ അവസാന നാളുകളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ കൃത്യമായിട്ട് പറയും, ആരംഭം മുതൽ അവസാനം വരെ മറിയം ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുവാനാണ് യോഹന്നാൻ ശ്ലീഹ മനഃപൂർവ്വം തൻ്റെ ആ വിവരണത്തിൽ ആ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ കാനായിൽ ഈശോയെ പരസ്യ ജീവിതത്തിലേക്ക് ഇറക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുന്ന രംഗം ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ആ പരസ്യ ജീവിതം യോഹന്നാൻ ആരംഭിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ അറിയാം, പരസ്യ ജീവിതത്തിൻ്റെ അവസാനം ആ കുരിശിലെ ബലി, ആ രക്ഷ പൂർത്തിയാക്കുമ്പോൾ അവിടെയും കാണും ആ സ്ത്രീയെ, കാനായിലെ ആ സ്ത്രീയെ വീണ്ടും നമ്മൾ കാൽവരിയിൽ കാണുകയാണ്. ആ പരസ്യ ജീവിതത്തിൻ്റെ അവസാന നിമിഷവും കാണുകയാണ്. അവിടെ തിരശീല വീഴുമ്പോൾ, അവൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ തിരശീല വീഴുമ്പോൾ അവിടെയും നിൽപ്പുണ്ട് ഈ ആദ്യത്തെ സ്ത്രീ, കാനായിൽ കണ്ട സ്ത്രീ. ദേ ഇവിടെ കാൽവരിയിലും നിൽക്കുകയാണ്. ഉത്തമയായ അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ പിൻചെന്ന് അവളിതാ കാൽവരിയിൽ വന്നിങ്ങനെ നിൽക്കുന്നു. വിജയം വരിക്കുന്ന കർത്താവിനോടുകൂടെ, കുരിശിൽ വിജയം വരിച്ച് മരിക്കുന്ന കർത്താവിനോടുകൂടെ, ആ കുരിശിൻ ചുവട്ടിൽ വ്യാകുലവാളാൽ ഹൃദയം ഭേദിക്കപ്പെട്ട് വിജയം വരിച്ച് കർത്താവ് കൊടുത്തതെല്ലാം സ്വീകരിച്ച് പുത്രനെ പോലെ പിതാവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവൻ മിഴിപൂട്ടുമ്പോൾ ആ കുരിശിൻ്റെ താഴെ ആ മകൻ പറഞ്ഞത് അതേപടി സ്വീകരിച്ച് കണ്ണുകൾ അടച്ച് ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന മറിയത്തെ നമ്മൾ ഈ യോഹന്നാൻ്റെ വിവരണങ്ങളിൽ കാണും. അങ്ങനെ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലം മുഴുവനും മറിയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് സുവിശേഷത്തിലൂടെ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ആരംഭം മുതൽ അവസാനം വരെ അവൻ്റെ പരസ്യ ജീവിതം മുഴുവൻ, അവൻ്റെ ആ സുവിശേഷ കാലഘട്ടം മുഴുവൻ മറിയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ മറിയം ക്രിസ്തുവിനെ അനുഗമിച്ചുവെന്ന് പ്രാർത്ഥനകളിൽ നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും അതിശയകരമായ കാര്യം, എപ്പോഴെല്ലാം ക്രിസ്തുവിന് അവൻ്റെ ജീവിതത്തിന് ഒരമ്മയുടെ സാന്നിധ്യം ഏറ്റവും തീവ്രമായിട്ട് വേണോ, അത് ആ തീവ്രതയിൽ ഈ പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും കൊടുക്കുന്നുണ്ട്. കാലിത്തൊഴുത്തിലെ നിസ്സഹായതയിൽ ഒരു കുഞ്ഞിനൊരു അമ്മയെ ഏറ്റവും ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ഏറ്റവും തീവ്രമായി അമ്മ സാന്നിധ്യം കൊടുക്കുക. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവൾ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത്രമാത്രം ഒരമ്മയുടെ ആർദ്രമായ
ആ ഒരു സംരക്ഷണം, സ്നേഹം, ചൂട് മറിയം ഈ കുഞ്ഞിനെ കൊടുത്ത് അവനെ വളർത്തുന്നത്, പരിപാലിക്കുന്നത്, അവനെ അന്നമുട്ടുന്നത്, അവനെ പഠിപ്പിക്കുന്നത്, അവനെ പരിശീലിപ്പിക്കുന്നത് എല്ലാ സുവിശേഷത്തിൽ നമ്മൾ കാണും. വീണ്ടും അവൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയമായി എന്നറിയുമ്പോൾ അമ്മ തന്നെ ഈ മകനെ കൈപിടിച്ച് പരസ്യ ജീവിതത്തിലേക്ക് ഇറക്കുന്നത് നമ്മൾ കാണും. വീണ്ടും ഈ മകന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അവൻ്റെ ശിഷ്യർ പോലും അവനെ തള്ളിപ്പറഞ്ഞും ഒറ്റുകൊടുത്തും ഉപേക്ഷിച്ചും പോയ കാലത്ത് ആ വിചാരണയുടെ രാവിൽ നമ്മൾ വചനത്തിൽ ധ്യാനിച്ചെടുക്കുന്നുണ്ട്. അമ്മ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ശിഷ്യന്മാരെല്ലാം ഇരുട്ടിൻ്റെ മറവിൽ ഓടിപ്പോകുമ്പോൾ അവനെ സ്നേഹിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട, അനുഗമിക്കേണ്ട ശിഷ്യന്മാർ 12 പേരും അവനെ ചതിച്ചും ഒറ്റുകൊടുത്തും അവനെ തള്ളിപ്പറഞ്ഞും ഒക്കെ ഇരുട്ടിൻ്റെ മറവിലേക്ക്, തണുപ്പിൽ നിന്ന് ചൂടിലേക്കൊക്കെ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഉണർന്നെഴുന്നേൽക്കുകയാണ്. രാവിൽ പുത്രനെ തേടി വരിക. അവൻ തനിച്ചായിപ്പോയി, അവൻ ആരുമില്ല, അവൻ്റെ പീഡനങ്ങളുടെ രാത്രിയാണ് ഇതെന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ നേരെ ഓടി വരിക ഈ പുത്രൻ്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശിഷ്യന്മാരെല്ലാം, കൂടെ നിൽക്കേണ്ട ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയ രാത്രിയിൽ ഒരു ശിഷ്യ, കർത്താവിൻ്റെ ഉത്തമയായ ശിഷ്യ, മറിയം എന്ന ശിഷ്യ കർത്താവിൻ്റെ പിന്നാലെ വരുന്നത് നമ്മൾ കാണും. പീലാത്തോസിൻ്റെ അരമന മുതൽ അവൻ്റെ കല്ലറ വരെ ഈ അമ്മ ഈ ഉത്തമയായ ശിഷ്യയായി ഈശോയെ അനുഗമിക്കുന്നത് നമ്മൾ കാണുകയാണ്. ധൈര്യത്തോടെ അവൻ്റെ അമ്മയായി നിന്നുകൊണ്ട്, അവൻ്റെ ശിഷ്യയായി നിന്നുകൊണ്ട്, അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച്, അവനെ എല്ലാവരും പരസ്യമായി വിചാരണ ചെയ്ത് ഒരു കുറ്റക്കാരനായി വിധി എഴുതി അവനെ കുരിശിൽ തറച്ച് അപമാനിച്ച് കൊല്ലുമ്പോൾ അവൻ പരാജയപ്പെട്ടവനാണ്. അവൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. അവനൊരു പ്രവാചകൻ പോലുമല്ല, അവനൊന്നുമല്ല, അവൻ ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീമ്പിളക്കി നടന്നു, പൊട്ടത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കാപട്യങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു, അവൻ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ലോകം മുഴുവനും വിശ്വസിച്ചപ്പോഴും ഈ ഉത്തമയായ ശിഷ്യ, മറിയമെന്ന ശിഷ്യ, അവൻ്റെ കുരിശിൻ്റെ വഴിയോട് ചേർന്ന് നിന്നിട്ട് ലോകത്തോട് മുഴുവൻ പറഞ്ഞു, അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ്റെ ഈ മരണം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്, സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്, പിതാവിൻ്റെ ഹിതമാണ്, ഇത് രക്ഷയുടെ അടയാളമാണ് എന്ന് സാക്ഷിച്ചുകൊണ്ട് ഈ മറിയം ഇങ്ങനെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള എല്ലാവരും ഇവൻ പരാജയപ്പെട്ടു പോയവൻ എന്ന് വിളിച്ചു പറയുമ്പോൾ, അവഹേളിക്കുമ്പോൾ, പുച്ഛിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ എന്ന ഉത്തമയായ ശിഷ്യ ഇതൊന്നും വകവയ്ക്കാതെ അവൻ്റെ വിശ്വസ്തയോടെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ മരണത്തിൽ ഭൂമി പോലും വിറച്ചുവെന്നും സൂര്യൻ ഇരുണ്ടുപോയി എന്നും ഒക്കെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സൂര്യൻ പോലും ഈ കർത്താവിൻ്റെ മരണം കാണാൻ പറ്റാതെ കണ്ണടയ്ക്കുമ്പോൾ യോഹന്നാൻ എഴുതി വയ്ക്കും, മറിയം കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്നു, കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്നു. ഈ പ്രപഞ്ചം പോലും കണ്ണടയ്ക്കുമ്പോൾ, കണ്ടു നിൽക്കാൻ വയ്യാതെ കണ്ണടയ്ക്കുമ്പോൾ, ഈ ദയനീയ കാഴ്ച കാണാൻ സാധിക്കാതെ കണ്ണടയ്ക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന ഈ നീച പാപം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പ്രപഞ്ചശക്തികൾ കണ്ണടയ്ക്കുമ്പോൾ മറിയം എന്തു ചെയ്യുന്നു? മറിയം ഇങ്ങനെ കണ്ണു തുറന്ന് ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ദൈവത്വം, അവൻ്റെ ആ രാജ്യത്വവും അവൻ്റെ ദൈവത്വവും വിളിച്ചു പറഞ്ഞുകൊണ്ട് മറിയം ഇങ്ങനെ മൗനമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് മറിയം ആ കുരിശിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് വിജയിച്ച ഒരു ശിഷ്യയെ നമ്മൾ കാണുന്നത്. മറിയം വിജയിച്ച ശിഷ്യയാണെന്ന് പറയുന്നത് അവിടെയാണ്. ബാക്കി എല്ലാവരും ഒളിച്ചു പോകുമ്പോൾ, ഓടിപ്പോകുമ്പോൾ, രക്ഷപ്പെട്ടു പോകുമ്പോൾ, അവരവരവരുടെ സംരക്ഷണം, അവരവരുടെ സുരക്ഷിതത്വം മനസ്സിലാക്കി അത് തേടി ഇങ്ങനെ പോകുമ്പോൾ മറിയം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് വിജയിച്ച ശിഷ്യയെ മറിയത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യരെക്കുറിച്ച് സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന വലിയൊരു വിരോധാഭാസം, കർത്താവ് അവരെ 3 വർഷം ചേർത്ത് പിടിച്ചു കൊണ്ട് നടന്നതാണ്. അവനോടൊപ്പം അന്നം കൊടുത്ത് അവൻ്റെ അതേ ഭവനത്തിൽ അവരെ അന്തിയുറക്കി. അവർക്ക് അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ, പിശാചുകളെ പുറത്താക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, മാമോദിസ നൽകാനൊക്കെ അധികാരം കൊടുത്ത്, എവിടെയെങ്കിലും ആരെങ്കിലും ഈ ശിഷ്യന്മാരെ ഒന്ന് കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ ഒക്കെ എതിർത്ത് ശിഷ്യരെ ചേർത്ത് പിടിച്ച്, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ ഈ ശിഷ്യരെ ചേർത്ത് പിടിച്ച്
അവർക്ക് വേണ്ടി നികുതി അടച്ച് അവർക്ക് അന്നവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്ത് 3 വർഷം പരിശീലിപ്പിച്ച കർത്താവ്. പക്ഷേ ഈ 3 വർഷവും അവർക്ക് മനസ്സിലാകാത്ത സുവിശേഷ ഭാഗങ്ങൾ വീണ്ടും രാത്രികാലങ്ങളിൽ വന്ന് അവർക്ക് വേണ്ടി അവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ വിവരിച്ചും പഠിപ്പിച്ചും ഒക്കെ കൊടുത്ത് കർത്താവ് അവരെ പരിശീലിപ്പിച്ചിട്ടും നമ്മൾ കാണുന്ന സുവിശേഷത്തിലെ വലിയൊരു സങ്കടമാണല്ലോ, ഈ ശിഷ്യന്മാരാരും ഈശോയെ ശരിക്കും മനസ്സിലാക്കിയില്ല. അവരെപ്പോഴും തർക്കിച്ചു കൊണ്ടിരുന്നു, അവരെപ്പോഴും മത്സരിച്ചു കൊണ്ടിരുന്നു, അവരെപ്പോഴും പിറുപിറുത്തു കൊണ്ടിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് ഇടത്തും വലത്തും ഇരിക്കാൻ പറ്റുക? ഇതെല്ലാം അവരുടെ തർക്ക വിഷയങ്ങളായിരുന്നു. എന്നും അന്ത്യത്താഴ വേളയിൽ പോലും ആരംഭം മുതൽ അവസാനം വരെ അവരുടെ ആ 3 വർഷത്തെ കർത്താവും ഒന്നിച്ചുള്ള പരസ്യജീവിത കാലഘട്ടത്തിലെല്ലാം അവർ ഈ വലിയ തർക്കങ്ങളിലൂടെ കടന്നു പോകും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അവരെപ്പോഴും കണ്ണു നട്ടിരുന്നത് അവൻ്റെ ഭൗതികമായ രാജ്യത്വമായിരുന്നു. അവൻ റോമാ സാമ്രാജ്യത്തെ കീഴടക്കിയിട്ട് പരാജയപ്പെടുത്തിയിട്ട് അവൻ്റെ സിംഹാസനം ഉറപ്പിക്കുമെന്നും ആ സിംഹാസനം അവൻ ഉറപ്പിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ അവൻ്റെ ഇടത്തും വലത്തുമൊക്കെ ഇരുന്ന് അവൻ്റെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് അവനോടൊപ്പം വലിയ രാജ്യത്വത്തിൽ പങ്കുപറ്റും സാധിക്കുമെന്നും ഒക്കെയാണ് അവർ കരുതിയിരുന്നത്. അവരുടെ ലക്ഷ്യമെല്ലാം ഭൗതികമായിരുന്നു. കേവലമായ ഭൗതിക ലാഭവും നേട്ടവും സമൃദ്ധിയും തേടിയിരുന്നവർ. എന്നാൽ മറിയമെന്ന ശിഷ്യയിൽ നമ്മൾ കാണുന്നത് നേരെ വിപരീതമാണ്. അവൾ ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് ഭൗതികമായിട്ടുള്ളൊരു നന്മ ആഗ്രഹിച്ചില്ല. അവൾ ശിഷ്യത്വത്തെ മുഴുവനും കണ്ടത് ആത്മീയതയുടെ കണ്ണുകൾ കൊണ്ടാണ്. ക്രിസ്തുവിനെ അവൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു. അവൻ ദൈവമാണെന്നും അവൻ്റെ രാജ്യം ഐഹികമല്ലെന്നും ഈ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവൾ ഒരിക്കലും അധികാരത്തിന് വേണ്ടി പോകുന്നില്ല. ബാക്കി ശിഷ്യന്മാർ 12 പേരും അധികാരത്തിന് വേണ്ടിയും വലിപ്പത്തിന് വേണ്ടിയും ഒക്കെ തർക്കിക്കുമ്പോൾ മറിയം ഒരിക്കലും അധികാരത്തിൻ്റെ ഒരു ചവിട്ടുപടിയിലേക്ക് കയറുന്നതോ ആഗ്രഹിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന കേവലമായ വളരെ പരിമിതമായ വാക്കുകളിൽ മാത്രം സംസാരിച്ചിട്ട് ഒരു ശുശ്രൂഷകയായി ഇങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരമ്മയെ, ഒരു ശിഷ്യയെ നമ്മൾ പരിശുദ്ധ അമ്മയിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അധികാരത്തിലേക്കൊന്നും നോക്കാതെ ശുശ്രൂഷയിലേക്ക് കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യത്വം ഒരു ശുശ്രൂഷയാണെന്ന് തിരിച്ചറിഞ്ഞ്, ശിഷ്യത്വം ഒരു എളിമപ്പെടലാണ്, ഒരു ചെറുതാകലാണ്. ഒന്നാമനാകുന്നവനല്ല, ഏറ്റവും അവസാനത്തവനാകുന്നവനാണ്, അവനാണ് ശിഷ്യൻ എന്നുള്ള ആ കർത്താവിൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ ശിക്ഷയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൻ്റെ ഹൃദയം അവൾ വായിച്ചെടുത്തു. കർത്താവിൻ്റെ സ്നേഹം ആ ശിക്ഷ എന്ന നിലയിൽ അമ്മ എല്ലാവരോടും കാണിക്കുന്ന നമ്മൾ കാണുക. എല്ലാവരെയും സ്നേഹിക്കുന്നൊരമ്മ, സ്നേഹത്തിൻ്റെ ഒരു ഹൃദയമുള്ള, കർത്താവ് കൽപ്പിക്കുന്ന അതുപോലെ സ്വീകരിച്ച് സ്നേഹിക്കുന്നൊരു ശിഷ്യ. നമ്മൾ വചനത്തിൽ വായിക്കുമല്ലോ, ആ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയെ നോക്കിയിട്ട് ഈശോ പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. ആ മകനെ ചേർത്ത് പിടിക്കുന്നൊരമ്മ, തൻ്റെ ഉദരത്തിൽ പിറന്നവനൊന്നുമല്ല. പ്രിയപ്പെട്ടവർ, എന്നിട്ടും ആ ശിഷ്യനെ, യോഹന്നാനെ മകനെപ്പോലെ സ്വീകരിക്കുന്നൊരമ്മയെ നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അതേപോലെ, ക്രിസ്തുവിൻ്റെ ഹൃദയം അതേപോലെ സ്വീകരിച്ചവളാണ്, ആ ശിഷ്യയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ക്ഷമ പറയത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ വായിക്കുന്നല്ലോ, നീ നിൻ്റെ ശത്രുവിനെ പോലും സ്നേഹിക്കണം, അവന് വിശക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കണം എന്നൊക്കെയുള്ള ആ ദൈവ വചനത്തിൻ്റെ പ്രബോധനം അതുപോലെ മറിയ സ്വീകരിക്കുന്നത് സുവിശേഷത്തിൽ കാണും. തൻ്റെ ഏകമകനെ, പ്രിയപ്പെട്ട മകനെ, ഒരു കുറ്റവും ചെയ്യാത്ത മകനെ, നന്മ മാത്രം ചെയ്ത് ഈ മകനെ ഒറ്റിക്കൊടുത്തും അവനെ ഉപേക്ഷിച്ചും തള്ളിപ്പറഞ്ഞും ഓടിപ്പോയി ശിഷ്യന്മാരെ, അവർ 11 പേരെയും പിന്നീട് ഈ അമ്മ തിരിച്ചു വിളിച്ച് ചേർത്തിരുത്തി, തന്നോടൊപ്പം ഇരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതും സ്നേഹിക്കുന്നതും അവരെ പരിശീലിപ്പിച്ച് സഭയുടെ വലിയ തൂണുകളാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ കാണുക. അമ്മയുടെ നാവിൽ നിന്നൊരിക്കലും വെറുപ്പിൻ്റെയോ, തൻ്റെ മകനെ ഈ വലിയ കുരിശുമരണത്തിലേക്ക് തള്ളിവിട്ടത് നിങ്ങളല്ലേ എന്നുള്ള ഒരു വെറുപ്പിൻ്റെയോ ഒരു സങ്കടത്തിൻ്റെയോ വാക്ക് ഒരിക്കലും അമ്മയിൽ നിന്ന് വരുന്നില്ല. അമ്മ എത്രയോ സ്നേഹത്തോടെയാണ് ഈ ശിഷ്യരെ പിന്നീട് ചേർത്ത് പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ ആ ക്ഷമയുടെ നേർക്കാഴ്ച ഈ ഉത്തമയായ മറിയം എന്ന ശിഷ്യയിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ വലിയ ഗുരുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ പാഠശാലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: അവനെ അനുഗമിക്കാനുള്ള വിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളി. അതുകൊണ്ടാണ് ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ ഈശോ പറയുമ്പോൾ ഈശോ പറയും, ശാരീരികമായിട്ട് എന്നെ വഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യമാണ് എന്നെ ആത്മീയമായിട്ട് എന്നെ പിന്തുടരുക, എൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരിക, എൻ്റെ പൂർണ്ണയായി ശിഷ്യനായി മാറുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് ഈശോ വാഴ്ത്തുന്നത് ഈ അമ്മയെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ഒരേ സമയം കർത്താവിന് ജന്മം കൊടുത്തവളും കർത്താവിൻ്റെ ഉത്തമയായ ശിഷ്യയുമാണ്. സ്വർഗത്തിൻ്റെ ആ മഹിമയുടെ സിംഹാസനത്തിൽ പുത്രൻ്റെ തൊട്ടടുത്ത് അമ്മറാണിയായി മറിയം വാഴുമ്പോൾ അമ്മ ലോകത്തോട് മുഴുവൻ പറയുന്നത് ഇതാണ്: അവൻ്റെ വലതുഭാഗത്ത് അണിനിരക്കാനുള്ള യോഗ്യതയുടെ അടിസ്ഥാനം ഒറ്റ കാര്യം, അവനെ അനുഗമിക്കുക, അവൻ്റെ കുരിശെടുക്കുക, അവൻ്റെ ശിഷ്യനായി മാറുക, പൂർണ്ണതയിൽ ഉള്ളൊരു ശിഷ്യനായി തീരുക. അതിനമ്മ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഈ 5-ാം ദിവസം പ്രാർത്ഥിക്കാം, ഒരു ഉത്തമയായ ശിഷ്യയായി മാറാൻ. അമ്മ മാതാവേ, ഈ എന്നെയും ഈ തള്ളിപ്പറഞ്ഞ, ഉപേക്ഷിച്ച, ഒറ്റുകൊടുത്ത ഈശോയുടെ ഈ ശിഷ്യനെയും, അവരുടെ പ്രതീകമാണ് നമ്മൾ ഓരോരുത്തരും, ഞങ്ങളെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.